നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഷാജിദ ഷാജി, അതുപോലെ ഈ വിഷയം ഞാൻ വിട്ടതാണ് കേട്ടോ. ഞാനത് വിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെങ്കിൽ ജീവിക്കട്ടെ എന്ന രീതിയിൽ അങ്ങ് വിട്ടതാണ്. അന്ന് നമുക്കെതിരായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി അത് പ്രതികരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പോട്ടെ, ഇത് വേറെ വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ എന്റെ മെയിൻ ചാനൽ അതൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഓരോ സംഭവങ്ങൾ വരെയാണ്. ഇപ്പൊ കുറെ ആയി എനിക്ക് കുറെ മെസ്സേജസ് വരുന്നു, കുറെ വീഡിയോ ഇത് വരുന്നു. ചേട്ടാ, ഇതെന്ത് പ്രതികരിക്കാത്തത്, ഇത് പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പ്രതികരിക്കുന്നത് കേട്ടോ. കാരണം ഗതിയിട്ട് നമ്മളൊരു റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞിരുന്നിട്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന വൃത്തികേടുകളെ വിളിച്ചു പറയുമ്പോൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്ന വീഡിയോസ് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഈ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന് മുമ്പ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇതെന്റെ സെക്കൻഡറി ചാനൽ, അറിയാലോ. ഇത് വെറും രണ്ടാമത്തെ വീഡിയോ ആയിട്ടുള്ളൂ ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പറയുന്ന ഷാജിദയുടെ അവസാനത്തെ വീഡിയോ കാണാം. അതിന് മുമ്പ് പറയാം, ഷാജി വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചു. പിന്നെ മാല മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു ചുട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ തുടക്കം വരുന്നത്. എനിക്ക് ചുട്ടി അയച്ചു വന്നു, ഭർത്താവാണ്. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് പിന്നീട് ഞാൻ കല്യാണം കഴിച്ചത് എന്നെക്കാളും പ്രായം കുറഞ്ഞ പയ്യനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പിന്നെ അതിന്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതിന് പറഞ്ഞ ന്യായം, ഞാൻ എന്തുകൊണ്ട് എനിക്കിപ്പം ഈ ഷാജിദ കൊച്ചുകുട്ടിയെ കല്യാണം കഴിച്ചാലും പിന്നെ കിളവനെ കല്യാണം കഴിച്ചാലും കുഴി കാലം നീട്ടിരിക്കുന്നവനെ കല്യാണം കഴിച്ചാലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ ഷാജിദയുടെ ഇഷ്ടമാണ്. ഷാജിദ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ഷാജിദയ്ക്ക് കെട്ടാം, പ്രശ്നമൊന്നുമില്ല. അതിപ്പോ കൊച്ചുവനായിക്കോട്ടെ, തൈക്കളവനായിക്കോട്ടെ, അതിലൊന്നും എനിക്ക് വിഷയം. പക്ഷെ അതിന് പറഞ്ഞ ന്യായം, അതിന് കൊണ്ടുവന്ന ന്യായീകരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് പറഞ്ഞേണ്ടതായിട്ട് വരും. അപ്പൊ ഷാജിദ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്ന് കണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം. ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഒരു ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇന്നത്തെ കാലത്തെ പയ്യന്മാർക്ക്, ചെക്കന്മാർക്ക് വേണ്ടത് ചെറിയ പെൺകുട്ടികളെ അല്ല എന്നാണ് ഷാജിദ പറയുന്നത്. ഇവർക്ക് എത്ര വിദ്യാഭ്യാസം, ഈ ഷാജിദയ്ക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇമാതിരി സംഭവങ്ങൾ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാൻ എത്ര ഉളുപ്പുണ്ട് നിനക്ക്? ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ചെറിയ കുട്ടികളല്ല വേണ്ടത്, വലുതാണ്. ഇതൊക്കെ തീരുമാനിക്കാൻ ആര്? ഷാജിദ. ഷാജിദയുടെ കുടുംബത്തിൽ ഇങ്ങനെ ആയിരിക്കാം. ഷാജിദയുടെ പിന്നീട് കുടുംബത്തിലുള്ള ആണുങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കാം. ഇതിപ്പോ ആരും ആയിക്കോട്ടെ, ഷാജിദയുടെ വീട്ടിലെ കുടുംബത്തെ ഏതൊക്കെ ആണുങ്ങളുണ്ട് അവരൊക്കെ മൂത്തത് മുതുക്കിച്ചുകളൊക്കെ ആയിരിക്കും നോക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് എല്ലാവരും അങ്ങനെ ആണെന്ന് ഷാജിയെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയരുത് കേട്ടോ. അത് ഉറപ്പ്. ഷാജിദ പറഞ്ഞ അങ്ങനെയല്ല, കുറച്ചു പേരെന്ന് മാത്രമല്ല, ഉറപ്പിച്ചങ്ങ് പറയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷത്തോടു കൂടി പറയാണ്, വലിയ പിന്നീട് മൂത്ത പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നാണ് ഷാജിദ പറയുന്നത്. ബാക്കി കൂടി കേൾക്കാം. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം 100% ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത്. എന്തിന് 100% പിള്ളേരും അങ്ങനെ, ഇപ്പോഴത്തെ പയ്യന്മാർ അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരെ ബാക്കിലെയാണ് നടക്കുന്നത്. ശരി, അവിടെ പയ്യന്മാരെ സംഭവം നിൽക്കട്ടെ. ഷാജിദയ്ക്ക് എന്താ ഇഷ്ടം? ശരി, പയ്യന്മാരങ്ങനെയെന്ന് പറഞ്ഞു. പയ്യന്മാരെന്താണ് ഈ പറയുന്ന കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കിളവിമാരുടെ ബാക്കിൽ അല്ലെങ്കിൽ മാമിമാരുടെ ബാക്കിലാണ് പയ്യന്മാർ. ഷാജിദയോ? ഷാജിദയ്ക്ക് എന്താ ഇഷ്ടം? കൊച്ചു പിള്ളേരെ ബാക്കിൽ നടക്കുകയാണ്. അതാണോ ഷാജിദയ്ക്ക്? അതോ ഷാജിദയ്ക്ക് ഇത് മുൻവിധി ഉള്ളത് കൊണ്ട് തന്നെ കൊച്ചു പയ്യന്മാരെ വലവിശി പിടിക്കാം എന്നാണോ? അങ്ങനെ വലവിശി പിടിച്ചതാണോ ഈ സാധനത്തിന്? ഷാജിദ ഇത് പറയുമ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഷാജിദയുടെ ചിന്ത ഇങ്ങനെയാണ്. മനസ്സിലായി? ഈ പയ്യന്മാരെല്ലാം ഈ കല്യാണം കഴിഞ്ഞ് 4-5 മക്കളുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പിന്നീട് കൂടുതൽ. അതുകൊണ്ട് അവനെ തന്നെ വളച്ചെടുക്കാം എന്നാണ്. അപ്പൊ ഷാജിദയ്ക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ള കൊച്ചു പയ്യന്മാര് അല്ലേ, അവരോട് അതാണോ ഷാജിദയുടെ ആഗ്രഹം? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആവണാണ് എനിക്കിപ്പം ചാൻസ് കൂടുതലായിട്ട് തോന്നുന്നത്. എന്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങള് കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആന്റിമാര് മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചവര്. ആന്റിമാരെ മതിയെന്ന് നമ്മള് ചിരിയുണ്ടോ? ഷാജിയുടെ അപ്പത്തെ ചിരിയുണ്ടോ? എന്തോ ഒരു അഭിമാനമാണോ? ഞാൻ ആന്റി ആയല്ലോ, ഞാൻ ആന്റി ആയി. ഇനിയിപ്പോ ഒരുപാട് പേര്, ഒരുപാട് കൊച്ചു പിള്ളേര്, കൊച്ചു പയ്യന്മാര്, അതായത് അറിവ് വരാത്ത പയ്യന്മാര്,
മനസ്സിലായോ? വലിയ ജീവിതം എന്തെന്നോ പിന്നീട് കല്യാണം ഒന്നും അറിയാത്ത പയ്യന്മാർക്ക് ഇനിയിപ്പോ എന്റെ ബേക്കിലേ വരില്ല. കാരണം ഞാൻ ആന്റിയായി, ഇനി പിള്ളേരെല്ലാം പയ്യന്മാരെല്ലാം എന്റെ ബേക്കിലേ വരും എന്നുള്ള ഒരു ചിരിയാണ് എനിക്ക് മനസ്സിലാവണം അതിനകത്ത്. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിൽ, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നല്ലട്ടാ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികളെ എന്താ പറയാ പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടോ? ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികൾ മൊത്തം. ഷാജിദ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ നാട്ടിലെ എല്ലാവരും പിഴകളാണെന്നാ പറഞ്ഞു. ഒറ്റ എണ്ണം നല്ലതായിട്ടില്ല. ആൺകുട്ടികളാണെങ്കിൽ മൂത്തതിനെ ഇങ്ങനെ പിന്നീട് അതായത് മാമിമാരെ നോക്കി കിടക്കും കൊച്ചു പിള്ളേര്. പെൺകുട്ടികളാണെങ്കിൽ ഈ പറയുന്ന മാമന്മാരെ നോക്കി കിടക്കും. അവനെ കിളവന അമ്മാവന്മാര്, അതാണ് കറക്റ്റ് വാക്ക്. അമ്മാവന്മാരെ നോക്കി നടക്കുമെന്നാണ് ഷാജിദ പറയുന്നത്. അത് 1ഉം 2ഉം എന്നല്ല, 100% അങ്ങനെയെന്നാ ഷാജിദ പറയുന്നത്. ഇതെന്ത് വർഗമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്ത് തരം ഇത് എങ്ങനെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയാൻ സാധിക്കുന്നു? വിദ്യാഭ്യാസമൊന്നും ഇല്ലേ? വിദ്യാഭ്യാസം വേണം. ഇതിന് വിവരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഇതാണോ മനസ്സിലുള്ളത്? അതോ ആ മനസ്സിലിരിപ്പുള്ളതാണോ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുന്നത്? മനസ്സിനകത്ത് ഇതാണ് പറഞ്ഞത്, ഞാനൊരു കല്യാണം കഴിഞ്ഞ ഞാനൊരു മാമി ആയിട്ടുണ്ട്, അതുകൊണ്ട് പിള്ളേരെല്ലാം പയ്യന്മാരെല്ലാം എന്റെ ബാക്കിലേ വരും എന്നുള്ള ചിന്തയായിരിക്കാം ഈ കൊച്ചിന്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. ഇതെന്തോ ഇങ്ങനെയൊക്കെയാണോ വന്ന് പറയുന്നത്? പയ്യന്മാരെല്ലാം മാമിമാരുടെ ബാക്കിലേക്ക് പോകണമെന്ന്. പയ്യന്മാർ എന്തിന് മാമിമാരുടെ ബാക്കിൽ പോകണമെന്നുള്ളതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മള് ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. എന്താ ഒരു മനസ്സിരിപ്പ് ഇതാണ്. നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് ഇത്രയും ദൂരെ ഇരുന്നാണ് സംസാരിച്ചത്. ഇപ്പോഴങ്ങനെയല്ല. 7 8 പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ലൈൻ ഉണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എല്ലാം കഴിയും. ഇത് തന്നെ ചിന്ത. ഈ കഴിയുന്നത് മാത്രമേ ചിന്തയുള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെ ചിന്ത. എല്ലാം കഴിയും. ഒരാണും പെർഫെക്റ്റ് അല്ല, ഒരു പെണ്ണും പെർഫെക്റ്റ് അല്ല. അത് നിന്റെ വിദ്യാധാരണയാണ്, നിന്റെ തെറ്റിദ്ധാരണ. നീ പെർഫെക്റ്റ് അല്ല, അതങ്ങനെ പറ. ഞാൻ പെർഫെക്റ്റ് അല്ല, എന്റെ ചിന്തകൾ ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. മറ്റുള്ളവരെ പിന്നീട് ഈ പറഞ്ഞ മൊത്തത്തില് അങ്ങോട്ട് ജനറലൈസ് ചെയ്യരുത് കേട്ടോ. കഷ്ടം. പിന്നെ ഇപ്പൊ പറയാ, ഇപ്പൊ വളർന്നു വരുന്ന 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ പറഞ്ഞ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് സങ്കടമുണ്ട്. ചിലപ്പോ നമ്മളുടെ എന്താ പറയാ ഫസ്റ്റ് ലവ് ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. ഇനിയിപ്പൊ അത് പറയണ്ട, ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല. കാണാൻ കുറച്ച് കൊള്ളാവുന്നല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോ എന്താ പറയാ കുറ്റം പറയല്ല കേട്ടോ. അവർക്ക് ആര് വേണമെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാണ്. പേടിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്ത പോലെ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല, നടക്കില്ല. കാരണം അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യുള്ളൂ. അഥവാ നമ്മുടെ ഇഷ്ടത്തിന് വീട്ടുകാർ ഈ പണ്ടത്തെ ഇപ്പോഴേ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് അവര് പറയുന്നത് പോലെ കെട്ടത്തുള്ളൂ. പണ്ടത്തെ കാലത്ത് ഒന്നും നടക്കത്തില്ല. അവരാരെ തന്നെ, അത് മാമനാണെങ്കിൽ മാമൻ, മാമിയാണെങ്കിൽ മാമി കെട്ടിച്ചു കൊടുക്കണമെന്നാണ് ഈ പറയുന്ന ഷാജിദ പറയുന്നത്. അതൊന്നും എന്റെ തെറ്റിദ്ധാരണയാണ് ഷാജിദ. ഇതുപോലെ അതാ രക്ഷകർത്താക്കൾ പറയുന്നത് കേട്ട് കെട്ടി സുഖമായാല് ഈ രക്ഷകർത്താക്കൾ പറയുന്നത് കെട്ടി പിന്നീട് ജയിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്നത്. മറ്റുള്ളവർ മോശം എന്നല്ല പറയുന്നത്. ഈ രക്ഷകർത്താവ് പറഞ്ഞു കൊടുത്തതിലും പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എനിക്കൊരു മോനുണ്ടെന്ന് വെച്ചാൽ 20 വയസ്സ്, അവനൊരു മാമിയെ പ്രണയിച്ചു. അവൾക്കൊരു പിന്നെ ഭർത്താവും കളഞ്ഞല്ലെങ്കിൽ പിന്നീട് മക്കളുള്ള ഒരു മാമിയെ പ്രണയിച്ച്, അമ്മ അച്ഛാ എനിക്ക് അവരെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിച്ചു കൊടുക്കണം. പിന്നെ അവിടെ വേറെ ഒന്നും നോക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ ഉടനെ കെട്ടിച്ചു കൊടുക്കും. അത് എന്റെ മോള് വന്നിട്ട് നാളെ അപ്പുറത്തേക്ക് അമ്മാവനെ കെട്ടിച്ചേർന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അവർക്ക് മോഹം തോന്നുന്നു പറയണത്. അമ്മാവന്മാരുടെ അടുത്തൊക്കെ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് മോഹം തോന്നും. അപ്പൊ നിങ്ങൾ എന്നെ കെട്ടിച്ചു കൊടുക്കുക. അത് പക്ഷെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവുന്നതാണ് സാധ്യത പറയുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് പിന്നെ പിന്നീട് അവരവരുടേതായ ലൈഫിലേക്ക് തെരഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. ഫുൾ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഇത്രയേ എടുത്തോളൂ. അപ്പോ
ഈ ഷാജിദ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കേസ്, ഒരു 5 വയസ്സുവരെ വിവരമോ വിദ്യാഭ്യാസമോ ഉളുപ്പോ ഇല്ലാത്തൊരു സാധനമാണ്. വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ചെറിയൊരു മൂളയുള്ള ചെറിയൊരു വിവരമുള്ളവരെ വന്ന് പറയുമോ കൊച്ചു പിള്ളേർക്കെല്ലാം ഇപ്പൊ മാമിമാരാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കൊച്ചുകുട്ടിയെ നോക്കിയെന്ന് ഇത്രയും വിവരക്കേട് ആരെങ്കിലും ഒന്ന് പറയും. അതിനുശേഷം കുറെ പറയുന്നുണ്ട്, എനിക്ക് പണ്ട് ഇങ്ങനെ ചോയ്സ് ഇല്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അതായത് മരിച്ചുപോയ ഭർത്താവ് അവൻ കൊള്ളിലെന്നാ പറയുന്നത്. കുറച്ചു മുമ്പ് വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, എന്റെ ഭർത്താവ് എനിക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് വാങ്ങിച്ചു തരും, മറ്റത് വാങ്ങിച്ചു തരും, എന്നെ സുഖിച്ചാണെന്ന് നോക്കിയത്, അത് ആർക്കും എന്റെ നാപ്പൂന്ന് പിടിക്കില്ല എന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ടാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന്. ഇക്ക പൊന്നിക്ക മന്നിക്ക കുക്കിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ഇക്ക പോയി. ഇപ്പം ഏതോ ഒരു പയ്യനാണ്, ഞാൻ പറഞ്ഞല്ലോ പയ്യനെ കെട്ടില്ലെന്നും പ്രശ്നമല്ല. ഈ നിങ്ങൾ പറയുന്നു നേരത്തെ പറഞ്ഞത് ഈ കൊച്ചു പിള്ളേർക്ക് മാമിമോരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനൊരു കാരണമുണ്ട്. അവരെന്ന് പറഞ്ഞ കൊച്ചു ഏജാണ്, അവർക്കിത് ഈ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ കാണുമ്പോൾ അവർക്ക് എന്തൊരു ഒരു എന്താ ഒരു പുതുമ പോലെയാണ്. മനസ്സിലായോ? അതായത് വയസ്സിന് മൂത്ത ആൾക്കാർ നമ്മൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ഈ ടീനേജ് ആയ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പയ്യന്മാരെ യെസ് പറഞ്ഞു, അവർക്ക് മനസ്സിലാകും. സ്വാമിമാരൊന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്താൽ അത് എന്നെ ലോകം എന്നുള്ള ഇതാണ് അവർക്ക് പ്രായമായിട്ടില്ല. ആ പ്രായമില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പക്വത ഇല്ലായ്മേനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഈ മാമിമാര് ചൂഷണം ചെയ്യും. ഇതിൽ മറ്റൊരു ഇതും കൂടിയുണ്ട്, മാമിമാരാകുമ്പോൾ തലയിലാവില്ല. ചിലവർ കാണുന്ന പയ്യന്മാർ കാണുന്ന മാമിമാരാകുമ്പോൾ തലയാവില്ല, മറ്റാണെങ്കിൽ അവളെ കെട്ടേണ്ടതുണ്ട്, മറ്റാകുമ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞ് തീർന്നു, തലയിലാവില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ഈ പറയുന്ന ഷാജിദയുടെ കാര്യത്തിൽ. ഈ വന്ന പയ്യൻ താങ്കളുടെ 5 മക്കളെയും നോക്കി ജീവിതകാലം മൊത്തം താങ്കളോട് സുഖമായി ജീവിച്ചു പോട്ടെ എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഈ കൊച്ചുകുട്ടികളുടെ പക്വത അത്രേ കാണത്തുള്ളൂ. അപ്പോഴത്തെ ഒരു ശരീരത്തിനോട് തോന്നിയ ഒരു കാമം അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ പ്രായത്തിലെ കുട്ടികൾക്ക്. അത് കഴിയുമ്പോ പിന്നെയാണ് അവർ ചിന്തിക്കുന്നത്, മനസ്സിലായോ, ഞാൻ ചെയ്ത് തെറ്റായി പോയി, ഇതല്ല ഇതിനെക്കാട്ട് ബെറ്റർ നീ കിട്ടുമെന്ന് അവന് തോന്നാതിരിക്കട്ടെ. എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇതൊക്കെ പറയേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഷാജിദ് വന്നത് മണ്ടത്തരി ഇതുപോലെ വൃത്തികേടുകൾ ഇതുപോലെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഈ ടീനേജിലുള്ള പയ്യന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ആക്ഷേപിച്ചുകൊണ്ട് അവർ മാമിമാരെ കിട്ടുള്ളൂ, അവർക്ക് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നീ ഇങ്ങനെയാണ്, ഷാജിദ് ഇങ്ങനെയാണ് എന്നാണ് എനിക്കിത് മനസ്സിലായത്. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.